പറയ് മഹി, ആരാ ഇവൻ? മാഡം പ്ലീസ് മാഡം, പറയല്ലേ മാഡം, പ്ലീസ് മാഡം. മാഡം വേണ്ട മാഡം, ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. മാഡം വേണ്ട മാഡം. പറയ് മഹി, മാഡം ആരാ ഇവൻ? മാഡം, മാഡം വേണ്ട മാഡം, അബി പ്ലീസ് ആരാ? മാഡം, പറയരുത് മാഡം. എറിയടാ എറി. അബി ആരെന്നറിയണ്ടേ? വേണ്ട മാഡം. പറയ്, ആരാ? മാഡം അവള് മാഡം 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 മാഡം. എടാ വാടാ, ഓടിക്കോ ഓടിക്കോ. ഏയ് മഹി, 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 എഴുന്നേക്ക്. ഗിരിജെ, വേഗം പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. മഹി, മഹി, മഹി എഴുന്നേക്ക്. മഹി, 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 ഏയ് മഹി എഴുന്നേക്ക്. മഹി, ആഹാ, കേക്ക് വേറെ ലെവലാണല്ലോ. കേക്ക് കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ മുത്തശ്ശി? താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഉമ്മ. താങ്ക് യു. കേക്ക് കണ്ടിട്ട് വലിയൊരു ബംഗ്ലാവ് പോലെയുണ്ട്. കണ്ടിട്ട് എനിക്ക് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ആ ബംഗ്ലാവിനെ ഞാൻ സിംഗിളായിട്ട് കഴിക്കും. മഹി, മഹി എഴുന്നേക്ക്. എഴുന്നേക്കാൻ. മഹി, മഹി എഴുന്നേക്കാൻ. ഏയ് നിന്നോടാ പറഞ്ഞേ എഴുന്നേക്കാൻ. എഴുന്നേക്ക് മഹി. അബി ആരാ? അബി ആരാ? ഈ സന്തോഷ് ആരാ? ഈ സന്തോഷ് ആരാണെന്ന് പറയൂ. പറയൂ മഹി, എഴുന്നേക്ക്. മഹി എഴുന്നേക്കാൻ. ബഹളം ഉണ്ടാക്കല്ലേ, ആരെങ്കിലും ശ്രദ്ധിച്ചെന്ന് വരും. ഇവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാം അവൾ അറിഞ്ഞു. മഹി, മഹി എങ്ങോട്ടാടാ? എങ്ങോട്ടാ നീ ഓടാൻ നോക്കുന്നേ? ദാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ദാ കൊല്ലക്കൊടിയിലാണോ നിന്റെ സൂചി വിൽപ്പന? എന്റെ അടുത്തത് ചെലവാകില്ല. ഇനി ഒരു അടി എടുത്ത് മുന്നോട്ട് വെച്ചാ നിന്റെ കാര്യത്തില് ഇന്ന് ഞാൻ തീരുമാനം ഉണ്ടാക്കും. മഹി, മഹി, മഹി എഴുന്നേക്ക്. മഹി, 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 മഹി എഴുന്നേക്കാൻ. മഹി എഴുന്നേക്കാനാ പറഞ്ഞേ. മഹി എഴുന്നേക്ക്. മഹി, മഹി എഴുന്നേക്കാൻ. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. ഏയ് ഏയ് എഴുന്നേക്കാൻ. മഹി, മഹി എഴുന്നേക്കാൻ. അയ്യോ, എഴുന്നേറ്റല്ലോ. ഇനിയിപ്പോ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയും. മായ, നിക്കടാ, നിന്റെ കഥ കഴിഞ്ഞു. മായക്ക് ബോധം വന്നു. ഇനി നോക്കിക്കോ, നീ ആരാന്നുള്ള സത്യം ലോകം മുഴുവൻ അറിയാൻ പോവാ. മഹി കമോൺ, പറയേ മഹി, എന്നോട് പറയേ. അബി ആരാ? അബി, ഈ സന്തോഷാരാ? സന്തോഷാരാ? പറയേ, പറയ് മഹി, പറയേ, പറയ് മഹി, പറയ് മഹി. എന്താ നീ ആലോചിക്കുന്നേ? അല്ല, പറയ്. ഞാൻ ആരാ? ശരിക്കും ഞാൻ ആരാ? ഒരു ബോൾ വീണപ്പോഴേ നീ ഇങ്ങനെ ആയോ? ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കാതെ പറയേ. ഈ സന്തോഷ് ആരാ? ഈ സന്തോഷ് ആരാണെന്ന് അതിരിക്കട്ടെ, നിങ്ങൾ ആരാ?
ദൈവമേ, നീ കാത്തു രക്ഷിച്ചു. ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? മേഡം, ഈ മേഡം നിങ്ങളൊക്കെ ആരാന്നാ ചോദിക്കുന്നത്? പറഞ്ഞു കൊടുത്തേക്ക്. മേഡം ആരാ, ഇന്ദ്രൻ സാർ ആരാ, പിന്നെ മേഡം ആരാന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തേക്ക്. സാർ ചോദിച്ചറി, ഞാൻ ജോലി നോക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തോട്ട് നോക്ക്. ഞാൻ ഇന്ദ്രൻ, ഞാനാണ് ഇന്ദ്രൻ. അറിയില്ലേ? എന്നെ നിനക്ക് അറിയില്ലേ? ആണോ? ഇന്ദ്രദേവൻ സ്വർഗത്തിലല്ലേ ഉള്ളത്? എണീക്കടേ. ഇപ്പൊ ബർത്ത്ഡേ ബോയ് മുകുന്ദൻ സ്റ്റേജിലേക്ക് വന്നാൽ നന്നായിരിക്കും. വരൂ മുകുന്ദ, മുകുന്ദന്റെ ഫാമിലി ഒന്ന് സ്റ്റേജിലേക്ക് വന്നാൽ നന്നായിരിക്കും. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ മുകുന്ദൻ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാരും മുകുന്ദനൊരു ക്ലാപ്പ് കൊടുത്തേ. മേഡം മേഡം, ഒരു മിനിറ്റ്. എന്താ സന്തോഷേ? കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ മുകുന്ദനൊന്ന് കാണിക്കണം. അത് അബിയുടെ ആഗ്രഹം മേഡം. അതെ അമ്മേ, അബി ഒരുപാട് കഷ്ടപ്പെട്ട് മുകുന്ദന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ അത്. അതവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒരുപാട് സന്തോഷാവും. ശരി സന്തോഷേ, പെട്ടെന്ന് പോയി പ്ലേ ചെയ്യ്, കാണാം. ഇപ്പൊ പ്ലേ ചെയ്യാം മേഡം. ചേട്ടാ, എന്താ ഈ പെൻഡ്രൈവിലുള്ള വീഡിയോ പ്ലേ ചെയ്യ്. ആകാശത്തെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നാലും ചന്ദ്രനുണ്ടെങ്കിലേ ആകാശം ഭംഗിയുള്ളതായി മാറൂ. അതുപോലെയാണ് മീര മാഡത്തിന്റെ വീട്ടിലെ നമ്മുടെ മുകുന്ദനും ആ വലിയ വീട് ചന്ദ്രനെ പോലെ ഭംഗിയുള്ളതാക്കുന്നത്. മുകുന്ദന്റെ കുറുമ്പുകളും ആ വീട്ടിലുള്ളവർക്ക് അവനോടുള്ള സ്നേഹമാണ് ആ വീടിന്റെ പ്രകാശം. ഞാനവന്റെ കളിയും ചിരിയും ആസ്വദിച്ചെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾ എല്ലാവരും കണ്ട് ആസ്വദിക്കണം. ഹാപ്പി ബർത്ത്ഡേ മുകുന്ദ. മുകുന്ദൻ എന്റെ കൂടെ പിറന്ന അനിയനാണെന്ന് അറിയാതെയാണല്ലോ ഞാൻ അവനെ പറ്റി ആ വീഡിയോയിൽ സംസാരിച്ചത്. ദൈവമേ, അല്പസമയത്തിനുള്ളിൽ അബി ആരെന്നുള്ള സത്യം എല്ലാവരും അറിയാൻ പോവാ. എടാ സന്തോഷേ, അബി എവിടെ നിന്ന് കാണുന്നില്ലല്ലോ? അബി മീര മേഡത്തിനെ കൂടെ എവിടെയെങ്കിലും കാണും. അല്ലടാ, മീരതെ അവിടെ നിൽക്കുമല്ലേ? അപ്പൊ അബി എവിടെ പോയി? ഇനി ഇന്ദ്രനെങ്ങാനും. അബി, അബി, അവൻ ആ വീഡിയോ കാണുമ്പോ അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം കാണണമെന്നാ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാ എനിക്കതിന് കഴിയുന്നില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയേ? ഹലോ, എന്റെ കൈന്ന് വിട്. നിങ്ങൾ ആരാ? എന്തിനാ എന്റെ കൈ പിടിച്ചു വലിക്കുന്നേ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദക്ക് പറ, ആ സന്തോഷം എന്താ പറഞ്ഞത്? സന്തോഷോ? ആരാ അത്? അബിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നില്ലേ, അവൻ തന്നെ. അബിയോ? അതാരാ? അബി, അബി, ഒന്ന് തന്നോണ്ടല്ലോ. നീ എന്താ അവനോട് കാശ് വല്ലതും വാങ്ങിയോ? എന്നെ പറ്റി നിനക്കറിയാലോ. എന്നോട് കളിക്കരുത്.
വേഗം സത്യം പറഞ്ഞോ. നിങ്ങൾ ആരാണെങ്കിലും ഞാൻ എന്ത് വേണം? എന്റെ അടുത്തു നിന്ന് മാറി നിൽക്കുന്നത് നല്ലത്. ഏട്ടാ, ആ ബോള് കൊണ്ടപ്പോ ഇവളുടെ ഓർമ്മകളൊക്കെ പോയെന്നാ തോന്നുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറന്നു കാണും. ഇവളുടെ തലയിൽ എന്താ പാറക്കലാണോ വീണത്? ഒരു ചെറിയ ബോളല്ലേ വീണത്? ഉടനെ അങ്ങ് ഓർമ്മ പോവോ? നിങ്ങള് രണ്ടുപേരും എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ ഏട്ടാ, വേണ്ട വേണ്ട, ഒരു മിനിറ്റ് നിക്ക്. ദേഷ്യപ്പെടല്ലേ. നമുക്ക് ഇവളോട് ക്ഷമയോടൊന്ന് ചോദിച്ചു നോക്കാം. ചിലപ്പോ ഓർമ്മ വരുമായിരിക്കും. അബി. സന്തോഷ്, മാഡം. ആരെയാ അന്വേഷിക്കുന്നേ? മാഡം അബിയെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവൾ തന്ന പെൺഡ്രൈവിലെ വീഡിയോ പ്ലേ ആവുന്നത് അവള് കാണണം മാഡം. മാഡം അവൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമോ? ആ ശരി. താങ്ക്സ് മാഡം. അബി, മോളെ അബി. വീര, അത് നോക്ക്. അയ്യോ, ഇത് കൊള്ളാലോ. എന്തു പറ്റിയളിയാ? നീ എന്താ വല്ലാതിരിക്കുന്നേ? ആ അബി, എന്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തടാ സുമോ. മുകുന്ദ, നീ എന്റെ അനിയനാടാ. ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോ തന്നെ നിന്നെ എന്റെ സ്വന്തം അനിയനായിട്ടാ ഞാൻ കരുതിയത്. എന്നാ അവസാനം വിധി തന്നെ നീ എന്റെ സ്വന്തം അനിയനാണെന്നുള്ള സത്യം അറിയിച്ചു തന്നു മുകുന്ദ. ഒരുപാട് സന്തോഷമായി മുകുന്ദ. നിന്റെ അടുത്ത് വന്ന് നിന്റെ ആ പൂ പോലുള്ള കവിളില് പിടിച്ച് നുള്ളാൻ തോന്നുന്നുണ്ട് മുകുന്ദ. മായി, ഞാൻ പറയുന്നതേ നീ നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കണേ. നീ ഇവിടെ സന്തോഷ് എന്ന പേരുള്ള ഒരാളെ കുറിച്ച് കണ്ടുപിടിക്കാനാ വന്നത്. നിന്നെ അയച്ചതേ ദാ ഇദ്ദേഹമാണ്. അവനെ പറ്റി നീ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കാര്യം നീ ഞങ്ങളോട് പറയാൻ വന്നപ്പോഴാ നിന്റെ തലയില് ബോള് വന്ന് വീണ് നീ എല്ലാം മറന്നുപോയത്. നീ നല്ലോണം ആലോചിക്ക്. ഞങ്ങള് വെയിറ്റ് ചെയ്തോളാം. ഏയ്, ആ സന്തോഷം നിന്റെ കാല് പിടിച്ചെന്തോ പറയുന്നുണ്ടായിരുന്നു. നല്ലതുപോലെ ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ആ, എനിക്ക് ഓർമ്മ വന്നു. അബി, അബി. എന്താ 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 പറ 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 പറഞ്ഞോ. സന്തോഷ് എന്താ പറഞ്ഞത്? സന്തോഷ് ഐ ലവ് യു എന്നാ പറഞ്ഞേ. എന്താ? ഐ ലവ് യു പറഞ്ഞോ? +1 പഠിക്കുമ്പോ സന്തോഷ് എന്ന പയ്യൻ എന്റെ പുറകെ നടന്ന് എന്നെ പ്രേമിച്ചു. ഞാൻ അവനെ മൈൻഡേ ചെയ്തില്ല. പാവം, ശരിക്കും അപ്സെറ്റ് ആയിപ്പോയി. അതിനുശേഷം +2 എന്നെ വിട്ട് വേറൊരു പെണ്ണിന്റെ പുറകെ പോയി അവൻ. തലയ്ക്ക് ഓളായെന്ന് തോന്നുന്നു. ഏയ്, നിനക്കെന്താ? കുറെ നേരമായല്ലോ പിച്ചുമ്പയും പറയുന്നു. ഞാൻ നിന്നെ പ്രേമിച്ച സന്തോഷിനെ പറ്റി അല്ല ചോദിച്ചത്, എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിനെ പറ്റിയാ ചോദിച്ചത്. ആ, അതെന്താ? സന്തോഷം നിങ്ങളെയും പ്രേമിച്ചു പറ്റിച്ചോ? ഒറ്റ അടി ഞാൻ. മായേ, നീ ഒന്നുകൂടെ നല്ലോണം ആലോചിച്ച് നോക്ക്. സന്തോഷേ നിന്നോട് എന്താ പറഞ്ഞു? സന്തോഷ് ഐ ലവ് യു എന്ന് പറഞ്ഞു. +1 പഠിക്കുമ്പോ അവൻ എന്റെ പുറകെ നടന്ന് എന്നെ പ്രേമിച്ചു. ഞാൻ അവനെ മൈൻഡേ ചെയ്തില്ല. പാവം, വല്ലാണ്ട് അപ്സെറ്റ് ആയിപ്പോയി. പിന്നീട് +2 എന്നെ വിട്ടിട്ട് അവൻ വേറൊരു പെണ്ണിന്റെ പുറകെ പോയി. ഷോ, ഇതൊരു 10-24 തവണ നീ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ട്. ചേട്ടാ, ഇവള് ശരിക്കും എല്ലാ കാര്യങ്ങളും മറന്നുപോയിന്നാ തോന്നുന്നത്. വീടില്ല ഞാൻ. ഇവളെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തി മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയെടുക്കണം. പിന്നെ ആ സന്തോഷിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് ഇന്ദ്രൻ എന്നല്ല. അബി, അബി. +1 പഠിക്കുമ്പോ അവൻ എന്റെ പുറകെ നടന്ന് എന്നെ പ്രേമിച്ചു. സാർ, അബി എവിടെ സാർ? പറയൂ സാറേ, അബി എവിടെ? എനിക്കറിയാം മുകുന്ദ, നിനക്ക് ഉറപ്പായിട്ടും
ആ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അത് കണ്ടിട്ട് നീ എന്നെ ഫ്രണ്ട് ആക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം കാണുന്ന ദൈവം നിന്നെ എന്റെ സ്വന്തം അനിയനാക്കി മാറ്റി. പറയൂ സാറേ, അബി എവിടെ? ഈ ഫംഗ്ഷനിൽ അബി ഇല്ല. നിങ്ങളാണോ അവളെ ഇവിടെ നിന്ന് മാറ്റിയത്? പറയൂ സാർ, അബി എവിടെ? പ്ലീസ് സാർ, അബി ഒന്നും ചെയ്യരുത്. അവൾ എനിക്ക് തന്നേക്കു സാർ. സാർ, അബി ഒരു കൊച്ചു കുട്ടിയാ. എന്നോടുള്ള സംശയം കൊണ്ടോ ദേഷ്യം കൊണ്ടോ സാറ് ദയവ് ചെയ്ത് അവളൊന്നും ചെയ്യരുത്. അബി എനിക്ക് തന്നേക്ക് സാറ്. ഓ, അബി എന്റെ കസ്റ്റഡിയിലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവൻ. ഇത് വെച്ച് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും സന്തോഷേ. സാർ, പ്ലീസ് സാർ, അബി എവിടെയുണ്ടെന്ന് പറയേ. ഈ വീഡിയോയുടെ അവസാനമല്ലേ ഒരു ഫോട്ടോ ഉണ്ടെന്ന് മായ പറഞ്ഞത്? അതെല്ലാവരും കണ്ടു കഴിഞ്ഞാ സന്തോഷ് എളുപ്പത്തിൽ കൊടുങ്ങുമല്ലോ. സന്തോഷിന്റെ അബിയുടെയും കാര്യത്തില് ഇന്നൊരു തീരുമാനാകും. കഴിച്ചല്ലോ അല്ലേ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഒന്ന് കഥക് തുറന്നതാ. ഹലോ, ഇനി എന്താ ചെയ്യാ? എന്താ ഇത്? ആരാ ഇങ്ങനെ പൈപ്പിൽ വെള്ളത്തുണി കെട്ടി കളിക്കുന്നത്? ആരെങ്കിലും ഒന്ന് കഥക് തുറന്നതാ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹെൽപ്പ് മീ. ആരെങ്കിലും ഒന്ന് കഥക് തുറന്നതാ. അബി, കസ്തൂരി ആന്റി. നീ ഇവിടെ എന്ത് ചെയ്യുവാ? നിന്റെ അച്ഛൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിക്കുന്നറിയോ? ആന്റി, എന്നെ മുറിയിൽ ആരോ പൂട്ടിയിട്ടു ആന്റി. കഥക് തുറക്ക് പ്ലീസ്. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ കുടുങ്ങി കിടക്ക. അയ്യോ അബി, ആരാ നിന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടെ? ഒരുപാട് നന്ദിയുണ്ട് ആന്റി. പറയൂ സാർ. സന്തോഷേ, നിന്റെ മോളെ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. ആ, പക്ഷേ അതിനു മുൻപ് നീ ആരാണ്, ആ കൊച്ചു പെൺകുട്ടി അബി ആരാണെന്നൊക്കെ അങ്ങ് പറയേ.